കോടതി മര്യാദ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സാറേ ക്ഷമിക്കണം. വക്കീൽ പറഞ്ഞു എന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ ഇറങ്ങിപ്പോയ ഭാര്യ വീട്ടിലെത്തിയൊന്നും ഞാനൊന്ന് വിളിച്ച് അന്വേഷിച്ചു പോലും ഇല്ലെന്ന്. സാറേ, എന്നോടോ എന്റെ വീട്ടുകാരോടോ ഒരു വാക്കുപോലും പറയാതെയാണ് നയന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതും സ്വന്തം അച്ഛന്റെ കൂടെ. പിന്നീട് അങ്ങോട്ട് ഞാൻ ഭാര്യയെ വിളിച്ചില്ലെന്ന് ഈ വക്കീൽ പറയുമ്പോൾ ഈ വക്കീൽ തന്നെ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നിന്ന് എനിക്ക് വാങ്ങി അയച്ച ഇന്റർവ്യൂ മോഡലിൽ വ്യക്തമായി പറയുന്നുണ്ട്, നയന എന്ന എന്റെ ഭാര്യയെ ഞാൻ കാണാനോ സംസാരിക്കാനോ ഉപദ്രവിക്കാനോ ഇവരുടെ വീട്ടിലോ പൊതുസ്ഥലത്തോ ഒന്നും വെച്ച് ശ്രമിക്കരുതെന്ന്. സാറേ, അങ്ങനെ ഒരു ഓർഡർ നിലനിൽക്കുമ്പോൾ ഞാൻ വിളിച്ച അതൊരു നിയമലംഘനമല്ലേ? പിന്നെ കൈവിറയ്ക്കുന്നത് ശരീരത്തിൽ മദ്യത്തിന്റെ അളവ് കുറയുന്നതുകൊണ്ട് മാത്രമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? പേടിയാവുമ്പോഴും കൈയും ശരീരവും വിറക്കില്ലേ? ഒബ്ജക്ഷൻ യുവർ ഓണർ. പിറ്റീഷനിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. Have you produced any medical certificates? നോ യുവർ ഓണർ. Objection overruled. പറഞ്ഞു. ഞാൻ സ്ത്രീധനം വാങ്ങി കൂടുതൽ ആവശ്യപ്പെട്ടു എന്നൊക്കെ വക്കീൽ പറയുന്നുണ്ട്. കല്യാണ സമയത്ത് നയന ഇട്ടുകൊണ്ട് വന്ന സ്വർണത്തിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അത് ഞാൻ സ്ത്രീധനം ചോദിച്ചിട്ട് കൊണ്ടുവന്നാണെന്ന് വക്കീലിന് തെളിയിക്കാൻ പറ്റുമോ? പറ്റുമോ വക്കീലെ? യുവർ ഓണർ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സഹദേവൻ സ്ത്രീധനം ചോദിക്കുന്നത് എന്റെ കക്ഷി വീഡിയോയിൽ പകർത്തിയാണ്. അപ്പൊ തെളിവില്ല. യു ക്യാൻ പ്രൊസീഡ്. വിശ്വൻസാന്റെ പിരിവിട്ടിട്ടോ. അപ്പോ സ്ത്രീധനം ചോദിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതിപ്പെടുന്നതിന് പകരം ആ 100 പവനും കെട്ടിത്തൂക്കി വന്ന നയനെയും അത് കൊടുത്തുവിട്ട വീട്ടുകാരും കുറ്റക്കാരല്ലേ?